Hi friends, നമ്മുടെ ട്രാവൽ വീഡിയോകൾ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആക്ഷൻ ക്യാമറ വാങ്ങിച്ചു. DJIയുടെ Osmo Action ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത്. ഈ ആക്ഷൻ ക്യാമറയുടെ അൺബോക്സിങ്ങും റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ഈ കഴിഞ്ഞ ഗ്രേറ്റ് ഇന്ത്യൻ സെയിൽ ആമസോണിൽ നിന്നാണ് ഞാൻ ഈ ഓസ്മോ ആക്ഷൻ ക്യാമറ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് 20,000 രൂപയാണ് ഈ ക്യാമറയ്ക്ക് വന്നത്. ഇതിൻ്റെ അവർ പ്രത്യേകതകളൊക്കെ പറയുന്നത് ഡ്യുവൽ സ്ക്രീനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ നേരെ തിരിച്ചു പിടിച്ചാൽ നമ്മളെ കണ്ടുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്തുള്ളത് 4K HDR ആണ്. പിന്നെ 11 മീറ്റർ വരെ വെള്ളത്തിൽ നമുക്ക് ഈ ക്യാമറ ഇടാൻ പറ്റും. വാട്ടർ പ്രൂഫാണ്. പിന്നെ ഇതിലുള്ളൊരു പ്രത്യേകതയാണ് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. അതിനെ ഇവർ വിളിക്കുന്ന പേര് റോക്ക് സ്റ്റഡി എന്നാണ്. 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് സാവകാശം ഒന്ന് പയ്യെ തുറക്കാം. അങ്ങനെ നമ്മുടെ ക്യാമറ ഇതാണ്. നമ്മുടെ ക്യാമറ ഇത്ര ചെറുതാണ്, കാണാൻ തന്നെ വളരെ ചെറുതാണ്. ഇതതിൻ്റെ ക്യാമറ, ഇതതിൻ്റെ ഫ്രണ്ട് സ്ക്രീനാണ്. ഇത് മറ്റൊരു സ്ക്രീന്. പിന്നെ അതിന് മൗണ്ട് വെക്കാനുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമേ നമുക്ക് ക്യാമറയ്ക്ക് വരുന്നുള്ളൂ. ഇനി നമുക്ക് ബാക്കി എന്താ ഇതിനകത്തുള്ളതെന്ന് നോക്കാം. ഇങ്ങനെ ചെറിയൊരു ബോക്സിൽ ഇതൊരു മൗണ്ടാണ്. ഇത് USB Type C കേബിളാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ഒരു കേബിള്. ഇത് അതിൻ്റെ ഒരു സ്ക്രൂ ആണ്. നമുക്കത് ഈ മൗണ്ടൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രൂ ഉണ്ട്. ഇത് അതുപോലെ തന്നെ മറ്റൊരു മൗണ്ടാണ്. ഇനിയുള്ളത് ഇതതിൻ്റെ ബാറ്ററിയാണ്. ഒരു സൂപ്പർ ബോക്സിലാണ് ഈ ബാറ്ററി വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഇനി ഇതിലുള്ളത് യൂസർ മാനുവലാണ്. ഇതാണ് യൂസർ മാനുവൽ. ഈ യൂസർ മാനുവലിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യിക്കേണ്ടതെന്ന് ഓണാക്കേണ്ടതെന്നൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് യൂസർ മാനുവൽ കൊടുത്തിരിക്കുന്നത്. ഈ ക്യാമറയിൽ ഹൈ ക്വാളിറ്റി വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത് 100 MB/s ബിറ്റ് റേറ്റിലാണ്. നമുക്ക് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീഡ് കൂടിയ ഒരു മെമ്മറി കാർഡ് വേണം. അതിന് വേണ്ടിയിട്ട് സാൻഡിസ്ക് എക്സ്ട്രീം 64 GB മെമ്മറി കാർഡാണ്. ഇതാണ് നമ്മുടെ ആക്ഷൻ ക്യാമറ. അപ്പോൾ ഇതൊരു കേസിലാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ കേസിൽ നിന്നൊന്ന് പുറത്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് ഇതിങ്ങനെ വലിച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി ബാറ്ററി ഒന്ന് ഇടാം. ബാറ്ററി ഒന്ന് ഇട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ബാറ്ററി ഓക്കെ ആയി. ഇതിന് 3 ബട്ടൺ ഉണ്ട്. ഒന്ന് QS ബട്ടൺ, ഒന്ന് പവർ, ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള ബട്ടൺ. ഇനി നമ്മൾ പവറിൽ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. പവറിൽ നമ്മളിങ്ങനെ ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൺ ആവും. ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് മിമോ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കിത് പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മെമ്മറി കാർഡ് ഇടണം. അപ്പോൾ മെമ്മറി കാർഡ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊന്ന് പ്രസ് ചെയ്ത് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് കിട്ടും. മെമ്മറി കാർഡ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അത് ഇടുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തിട്ടിടണം. നഖം കൊണ്ട് നന്നായി പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ അത് കയറില്ല. അത് മാത്രമാണ് ഇതിന് ഏറ്റവും വലിയൊരു പോരായ്മ. നല്ല ടൈറ്റ് ചെയ്ത് അത് എടുക്കാനും ഇടാനൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ട് സ്ക്രീനാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഫ്രണ്ട് സ്ക്രീനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് QS ഞെക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട് സ്ക്രീനിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ നേരെ ബാക്ക് സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ QS ഒന്ന് ഞെക്കി പിടിച്ചാൽ ബാക്ക് സ്ക്രീനിലേക്ക് വന്നു. ഇനി നമുക്കിത് മിമോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം.
അങ്ങനെ നമ്മുടെ ഓസ്മോ ആക്ഷൻ ക്യാമറയുടെ അപ്ഡേറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് പവർ ബട്ടൺ ഉള്ളത്. അപ്പോൾ പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചാൽ അതൊന്ന് ഓൺ ആവും. അങ്ങനെ സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മെനുവിലേക്കൊന്ന് പോവാം. മെനു എടുക്കാൻ വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെനു വരും. ഇതിൽ ഫസ്റ്റ് മെനു പ്രൊഫൈൽ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാം ഇതിനകത്ത്. ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഫുൾ HD 50 ഫ്രെയിം പെർ സെക്കൻഡ് റോക്ക് സ്റ്റഡി ഓൺ ആയിട്ടുള്ള സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഇതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ ഉപയോഗിക്കുന്നത്. ഇനി നമുക്കുള്ളത് ബ്രൈറ്റ്നെസ് ആണ്. സ്ക്രീൻ ബ്രൈറ്റ്നെസ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. പിന്നെ വരുന്നത് ലോക്കാണ്. ലോക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ലോക്ക്ഡ്. നമ്മളിപ്പോൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ നമുക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്ക്രീൻ ഒന്ന് ലോക്ക് ഒഴിവാക്കണമെങ്കിൽ മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സെറ്റിങ്സിലേക്കാണ്. സെറ്റിങ്സിൽ വോയിസ് കൺട്രോൾ ഉണ്ട്. വോയിസ് കൺട്രോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ വോയിസ് കൺട്രോൾ ഓൺ ആക്കിയിടുകയാണെങ്കിൽ കമാൻഡ് ലിസ്റ്റ് വരും. കമാൻഡ് ലിസ്റ്റിൽ സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റോപ്പ് റെക്കോർഡിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ വോയിസ് കൺട്രോൾ ഓൺ ആക്കിയിട്ട് ടേക്ക് ഫോട്ടോ എന്ന് പറയുമ്പം ഇതിൽ ഫോട്ടോ എടുക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ജസ്റ്റ് വോയിസ് കൺട്രോൾ ഒന്ന് ഓൺ ആക്കുക. ടേക്ക് ഫോട്ടോ. ഇതുപോലെ ഫോട്ടോ ഓട്ടോമാറ്റിക് നമ്മൾ ക്ലിക്ക് ചെയ്യാണ്ട് വരും. നെക്സ്റ്റ് സ്നാപ്ഷോട്ടാണ്. സ്നാപ്ഷോട്ട് നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് ഇപ്പോൾ വീഡിയോയോ ഫോട്ടോയോ ഏതെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് പവർ ഓഫ് ആയിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യാൽ അപ്പോൾ ഫോട്ടോയാണ് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക് ഫോട്ടോ വരും. വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ വീഡിയോ വരും. അപ്പം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. പവർ ഓഫ് ചെയ്തു. ഇനി നമ്മൾ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അതേ ഓട്ടോമാറ്റിക് അത് റെക്കോർഡ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ക്വിക്ക് സ്വിച്ചാണ്. ഇപ്പോൾ നമുക്ക് ഈ ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് 3 സ്വിച്ചുകളാണുള്ളത് നമ്മൾ പറഞ്ഞു. ക്വിക്ക് സ്വിച്ച്, പവർ സ്വിച്ച്, റെക്കോർഡ് സ്വിച്ച്. ഇതിൽ ക്വിക്ക് സ്വിച്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം എന്തൊക്കെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാനുള്ള സംഭവങ്ങളാണിത്. ഇത് വേണ്ടെങ്കിൽ നമുക്കിവിടെ ഓഫാക്കി കൊടുക്കാം. ഈ ടിക്ക് മാർക്ക് ഓഫാക്കാം, ടിക്ക് മാർക്ക് ഓൺ ആക്കാം. ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത് അത് നോക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. പിന്നെ വരുന്നത് വയർലെസ് കണക്ഷൻ, അതുപോലെ തന്നെ വിൻഡ് നോയ്സ് റിഡക്ഷൻ, സൗണ്ട്, അതുപോലെ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അതൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. LED ഒക്കെ ഉണ്ട്. ലാംഗ്വേജ്, ടൈം, ഡേറ്റ് ഇതൊക്കെ നമുക്കിതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നത് സ്പോട്ട് മീറ്ററിംഗ് ആണ്. ഇത് നമ്മൾ ഓണാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഭാഗത്ത് വേണ്ട ബ്രൈറ്റ്നെസ് ഒക്കെ ആവും. ഇപ്പോൾ കൂടുതൽ വെളിച്ചമുള്ള സ്ഥലത്തേക്കാണെങ്കിൽ ആ സ്ഥലത്ത് വേണ്ട ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്യാം. ഇത് ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ വരുന്നത് വോയിസ് കൺട്രോൾ. മെനുവിൽ പോവാണ്ട് നമുക്ക് വോയിസ് കൺട്രോൾ ഓഫ് ആക്കാനും ഓൺ ആക്കാനുമുള്ള ഓപ്ഷനാണിത്. ക്വിക്ക് സ്വിച്ച് നമുക്ക് ഞെക്കി പിടിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സ്ക്രീനിലേക്ക് വരും. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ കണ്ടുകൊണ്ട് വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ഫ്രണ്ട് സ്ക്രീനിൽ ഉപയോഗിക്കാം. ഇനി തിരിച്ച് ബാക്ക് സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ ക്വിക്ക് സ്വിച്ച് തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിക്കുക. അപ്പോൾ ബാക്ക് സ്ക്രീനിലേക്ക് വരും. ഇനി ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് നമ്മുടെ ഈ 2 വിരൽ കൊണ്ട് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഫ്രണ്ട് സ്ക്രീനിലേക്ക് പോവും. വീണ്ടും നമ്മളൊന്ന് ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ബാക്ക് സ്ക്രീനിലേക്ക് വരും. ക്വിക്ക് സ്വിച്ച് ഒന്ന് സഡൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ഓപ്ഷൻസ് വരും. അപ്പോൾ ഇത് നമ്മൾ പ്രൊഫൈലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉള്ളത് വീഡിയോ, HDR വീഡിയോ, സ്ലോ മോഷൻ, ഹൈപ്പർ ലാപ്സ്, ഫോട്ടോ മോഡുകളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ നമുക്ക് മുകളിലേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ വരും. 4K റെസൊല്യൂഷൻ, ഫുൾ HD, ഹാഫ് HD അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താഴെ വരുന്നത് ഫ്രെയിം പെർ സെക്കൻഡ്. ഇവിടെ 4Kക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ്
മാക്സിമം ഉണ്ട്. അതിൽ നമുക്ക് റോക്ക് സ്റ്റഡി ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യാം. റോക്ക് സ്റ്റഡിയിൽ നമുക്ക് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഷെയ്ക്ക് ഇല്ലാണ്ട് നമുക്ക് വീഡിയോ കിട്ടും. ഇത് ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റോക്ക് സ്റ്റഡി ഓൺ ആക്കിയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇതിപ്പോൾ ഫുൾ HD 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റോക്ക് സ്റ്റഡി ഓഫ് ആക്കിയിട്ടുള്ളൊരു ഫുട്ടേജാണ്. ഫോർ കെ 60 ഫ്രെയിം പെർ സെക്കൻഡിൽ റോക്ക് സ്റ്റഡി ഓൺ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഓസ്മോ ആക്ഷൻ ക്യാമറയിൽ ഉള്ള ഇൻറ്റേർണൽ മൈക്കിലൂടെ റെക്കോർഡ് ചെയ്യുന്ന സൗണ്ടാണിത്. അപ്പോൾ നമുക്ക് വേറെ ലേപ്പൽ മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായിട്ട് നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് HDR വീഡിയോ ആണ്. ഇപ്പോൾ HDR വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ 4K 30 ഫ്രെയിം പെർ സെക്കൻഡിൽ HDR ഓൺ ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. നമുക്ക് സ്ലോ മോഷനാണ്. സ്ലോ മോഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫുൾ HDയിൽ 8x4 ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ഒരു വീഡിയോ നമുക്ക് കാണാം. ഇനി നമ്മൾ നോക്കുന്നത് ഹൈപ്പർ ലാപ്സ് ആണ്. ഇനി അടുത്തത് ഫോട്ടോ മോഡാണ്. അപ്പോൾ ഫോട്ടോ മോഡ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇവിടുന്ന് നമ്മളിങ്ങോട്ട് ഡ്രാഗ് ചെയ്താൽ ഇത് ഓട്ടോ മോഡിലാണ്, മാനുവൽ മോഡും ഉണ്ട്. ഓട്ടോ മോഡിലാണെങ്കിൽ എല്ലാം സെറ്റ് ആയിരിക്കും. നമ്മൾ മാനുവൽ മോഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ISOയും ഷട്ടറും ഒക്കെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്കിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച കുറച്ച് ആക്സസറീസ് ആണ്.
അതിൽ ഫസ്റ്റ് ആക്സസറി ഇതാണ് സെൽഫി സ്റ്റിക്ക്. ഇതൊരു 3-way സ്റ്റിക്കാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഇവിടെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്ക് സെൽഫി എടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇത് നമുക്കൊരു ട്രൈപോഡായിട്ട് ഉപയോഗിക്കാം. അതിന് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇത് നമുക്കിങ്ങനെ ഊരിയെടുക്കാം. ഇങ്ങനെ നമുക്കിതിൽ ടൈറ്റ് ചെയ്ത് ഇതൊന്ന് വിടർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ക്യാമറ സെറ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒക്കെ പറ്റും. നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ക്യാമറ സെറ്റ് ചെയ്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെൽഫി സ്റ്റിക്കാണിത്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. 600 രൂപ കൊടുത്താണ് വാങ്ങിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ ബിൽഡ് ക്വാളിറ്റി ഒന്നുമില്ല. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങിയത് ഒരു ഉലാൻസി എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ND ഫിൽറ്ററാണ്. ഇത് നമുക്ക് ആക്ഷൻ ക്യാമറയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് വെയിലത്ത് മനോഹരമായ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല പിക്ചറൊക്കെ കിട്ടും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ക്യാമറയിൽ അറ്റാച്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനെ നല്ലൊരു ബോക്സിലാണ് നമുക്കിത് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ ലെൻസിൻ്റെ മുകളിലുള്ളൊരു ഫിൽറ്ററാണ്. അത് നമ്മൾ ഊരി മാറ്റിയിട്ടാണ് ഈ ND ഫിൽറ്റർ 16 നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ND ഫിൽറ്റർ നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടിരിക്കുന്നത് ND16 ആണ്. അപ്പോൾ ND8, ND32 എന്നൊക്കെയുള്ള ഫിൽറ്ററുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് വാങ്ങിയിരിക്കുന്നത് AliExpress നിന്നാണ്. 700 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒരു സിലിക്കൺ കവറാണ്. ഇപ്പോൾ നമ്മൾ ഈ കേസ് ഇല്ലാണ്ട് നമുക്ക് എവിടെയെങ്കിലും പോക്കറ്റിലൊക്കെ ഇട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ കവർ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല സേഫായിരിക്കും. സിലിക്കൺ കവറ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ലെൻസ് ക്യാപ്പും ഉണ്ട്. ഇത് ഞാൻ വാങ്ങിയത് AliExpress നിന്നാണ്. 150 രൂപയാണ് ഇതിന് വില. അപ്പോൾ നമ്മൾ പേഴ്സിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ ഒക്കെ ഇട്ടുകൊണ്ട് പോകുമ്പം മറ്റ് കവറൊന്നും ഇല്ലാണ്ട് ഇട്ടുകൊണ്ട് പോകുമ്പോൾ വളരെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി കുഞ്ഞൻ ക്യാമറയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.